പ്രതിസന്ധികൾ എത്ര നേരിട്ടാലും കരളുറപ്പോടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പോലെ CPI സംസ്ഥാന കൗൺസിലിന്റെ ആസ്ഥാനമായ MN സ്മാരകത്തിനും പറയാനുണ്ട് ഒരുപാട് കഥകൾ. പിടിച്ചടക്കാനും തകർക്കാനും ഭരണകൂടങ്ങളും പോലീസും രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചു. കാലങ്ങൾ കടന്നുപോകുന്തോറും പാർട്ടിക്ക് മുന്നിലുള്ള പ്രതിസന്ധികൾ വർദ്ധിച്ചപ്പോഴും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ ആശ്വാസമാകുന്ന നടപടികൾക്കായി കണ്ണും കാതും തുറന്നുവച്ചു MN സ്മാരകവും പാർട്ടിയും. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേന്ദ്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരം. 1959 നിർമ്മാണം ആരംഭിച്ച് 1962 കെട്ടിടം പൂർത്തിയായത്. ഉദ്ഘാടന ചടങ്ങ് വിപുലമായി നടത്താതെയായിരുന്നു തിരുവനന്തപുരം മോഡൽ സ്കൂൾ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ കെട്ടിടത്തിലേക്ക് പാർട്ടി ഓഫീസ് പ്രവർത്തനങ്ങൾ മാറിയത്. അതിനു പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു. ഉദ്ഘാടനം വിപുലമായി നടത്തണമെന്ന പാർട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയും ചൈനയുമായുള്ള യുദ്ധത്തിന്റെ കാലമായിരുന്നതിനാൽ ചൈനയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് പാർട്ടിക്കെതിരെയും ഓഫീസിനെതിരെയും ഭരണകൂട നടപടി ഉണ്ടാകുമെന്ന പ്രചാരണങ്ങളുണ്ടായി. ഏത് നിമിഷവും പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കുമെന്ന കിംവദന്തികൾ വന്നു. ഇന്റലിജൻസ് വഴി അറിഞ്ഞതായിരുന്നു വിവരങ്ങൾ. തുടർന്ന് 1962 സെപ്റ്റംബറിൽ ലളിതമായ ഒരു ചടങ്ങിലായിരുന്നു പാർട്ടി ഓഫീസ് മാറ്റം. അക്കാലത്ത് ഏത് സമയവും പോലീസിന്റെ കടന്നുകയറ്റം ഉണ്ടാകുമെന്ന ആശങ്കയായിരുന്നു പാർട്ടി നേതാക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാർ കമ്മിറ്റിയും കേരള കമ്മിറ്റിയുമായിട്ടായിരുന്നു ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത്. മദ്രാസിന്റെ ഭാഗമായിരുന്ന മലബാറിലെ ഓഫീസ് കോഴിക്കോടായിരുന്നു. അതിനു മുൻപ് നേതാക്കൾ ഒളിവിൽ കഴിഞ്ഞ ചിലയിടങ്ങളിലായിരുന്നു അതിന്റെ ആസ്ഥാനം. ആലപ്പുഴയിൽ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ഓഫീസിന്റെ ഭാഗമായി മറ്റൊരു ഓഫീസും. പിന്നീടാണ് കേരളത്തിന്റെ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്താകുന്നത്. ആദ്യം പുത്തൻചന്ത എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ആയുർവേദ കോളേജ് നിലനിൽക്കുന്ന പ്രദേശം. പഴയ 2 നില വീടായിരുന്നു ആസ്ഥാനം. നിറയെ മൂട്ടകളും അസൗകര്യങ്ങളും നിറഞ്ഞ ഈ കെട്ടിടത്തെ മൂട്ടവനം എന്നായിരുന്നു KC ജോർജ് വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരിലാണ് സഖാക്കൾക്കിടയിൽ ഓഫീസ് അറിയപ്പെട്ടത്. ചെറിയ സ്ഥലത്തുള്ള ഓഫീസിൽ നിന്ന് പിന്നീട് വെള്ളയമ്പലത്തുള്ള കെട്ടിടത്തിലേക്ക് മാറി. വെള്ളയമ്പലത്തുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാർട്ടി ആസ്ഥാനം മാറാനുള്ള തീരുമാനവും മുന്നൊരുക്കങ്ങളും ഉണ്ടായത്. 1959 സംസ്ഥാന കൗൺസിൽ ഓഫീസിനു വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്നത്. സരോജിനി എന്ന സ്ത്രീയുടേതായിരുന്നു 56 സെന്റ് സ്ഥലം. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായരുടെ മുൻകൈയിലായിരുന്നു സ്ഥലം വാങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ കല്ലും മരവും ഒക്കെ തൊട്ടുപിന്നിലായി ക്വാർട്ടേഴ്സ് പണിയുന്നതിന് ഉപയോഗിച്ചു. വെട്ടുകല്ല് ഉപയോഗിച്ചാണ് ഉറപ്പുള്ള കെട്ടിടം പണിതത്. 1.5 ലക്ഷത്തിലധികം രൂപയാണ് നിർമ്മാണത്തിനായി ചിലവായത്. പാർട്ടി ഭരണത്തിലിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമായി നിരവധി സംഭവ വികാസങ്ങൾക്ക് വേദിയായി ഈ ഓഫീസ്. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വഴിയൊരുക്കിയ നിർണായകമായ പല തീരുമാനങ്ങൾക്കും ആദ്യ ചർച്ചകൾ നടന്നതും ഇവിടെ തന്നെ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ പല നേതാക്കളും ഇവിടെ എത്തി. 1964 പാർട്ടിയിലുണ്ടായ പിളർപ്പിന്റെ ഭാഗമായി പല സംഭവ വികാസങ്ങൾക്കും പാർട്ടി ആസ്ഥാന മന്ദിരം സാക്ഷിയായി. സംസ്ഥാന കൗൺസിൽ ഓഫീസ് കൈവശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മറുഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. പിന്നീട് MNന്റെ മരണത്തിന് ശേഷമാണ് 1985 C രാജേശ്വര റാവു ആസ്ഥാന മന്ദിരത്തിന് MN സ്മാരകമെന്ന് നാമകരണം ചെയ്തത്. കാലത്തിനു പോലും കേടുപാടുകൾ ഏൽപ്പിക്കാനാകാത്ത വിധം സുശക്തമായ പാർട്ടിയുടെ സ്വന്തമായ കെട്ടിടം. ആധുനിക കാലത്തിന് യോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ കൂടുതൽ പ്രൗഢിയോടെ MN സ്മാരകം തലയെടുപ്പോടെ നിവർന്നു നിൽക്കുന്നു. വരാനിരിക്കുന്ന ജനകീയ മുന്നേറ്റങ്ങൾക്ക് കരുത്തേകാൻ.